അടുത്തത് നമുക്കൊരു നാടൻ പാട്ടാണ് പഠിക്കാനുള്ളത്. ഒരു ഞാറ്റുപാട്ട്. കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു നാടോടി സംസ്കാരത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ് നാടോടിപ്പാട്ടുകൾ. നാടോടി പാട്ടുകളിലേറെയും മണ്ണും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് പാഠത്തിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു അയിത്തം, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ്. ഉന്നത ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. പക്ഷേ അവർക്ക് അവകാശപ്പെട്ടതൊന്നും നൽകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചുമായി ബന്ധപ്പെട്ടാണ് അയിത്തം ജാതി വ്യവസ്ഥ നിലനിന്ന ഒരു കാലഘട്ടത്തിലെ ഒരു കവിതയുമായി ബന്ധപ്പെട്ടാണ്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു മേലെ കണ്ടത്തിൽ ഞാറു നട്ടു, ഞാറു കുത്തി കേറി വരുമ്പം എന്നാലും തമ്പ്രാന് തീണ്ടലാണ്. അതായത് പുഞ്ചപ്പാടത്തെ പൂങ്കയിലെ പുന്നാരപ്പാട്ടൊന്ന് പാടും. ഒരു കുയിലിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അക്കണ്ടം നട്ടു ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. പണ്ട് കാലത്ത് താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് എല്ലാ തരത്തിലുള്ള പണികളും ചെയ്യിക്കും. ജന്മികൾ എല്ലാം എന്താ പറയുക, ഞാറ് നട്ടു. അതേപോലെ പറയുന്നത് അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു മേലെ കണ്ടത്തിൽ ഞാറ് കുത്തി കയറി വരുമ്പോൾ തമ്പുരാന് തീണ്ടൽ. എല്ലാ പണിയും അവരെ കൊണ്ട് ഇരിപ്പിക്കും. പക്ഷേ അവരെ കയറി പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെന്താണ്, തമ്പുരാന് അവരോട് തീണ്ടലാണ്, അയിത്താണ്. പിന്നെ അവരെ കണ്ടുകൂടാ. നെല്ലായ നെല്ലെല്ലാം കൊയ്തു മീതിച്ച് അറയിലിടുമ്പം തീണ്ടലില്ല. ഇനി എന്താണ്, അവർ നെല്ല് വിതച്ച് അത് കൊയ്തെടുത്ത് അതെല്ലാം ശരിയാക്കി അറയിലിടുന്നത് വരെ അവർക്ക് തീണ്ടില്ല. അറയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ അയിത്തായി. അറകൾ നിറച്ച് പത്തായം നിറച്ച് ഇറങ്ങി വരുമ്പോഴും തീണ്ടലാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ കൃഷി ചെയ്യുമ്പോൾ അറിയാം. ഇപ്പോഴത്തെ നിങ്ങൾക്ക് കൃഷി ചെയ്തതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്താ പറയുക, കൃഷി ചെയ്ത് അത് മെതിച്ച് അത് കൊയ്ത് മെതിച്ച് അത് ഉണക്കി പത്തായത്തിൽ നിറച്ച് ഇറങ്ങി വരുമ്പോഴാണ് അവരോട് അത്ര നാൾ അത് അവരുണ്ടാക്കിയ പണി ചെയ്തതൊന്നും തിന്നാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കാനൊന്നും ആർക്കും ഒരു തീണ്ടലില്ല. അപ്പോൾ ഒരു വിവേചനം, അതായത് പണി ചെയ്യാനായിട്ട് വിവേചനമൊന്നുമില്ല, പക്ഷെ അവരോട് വിവേചനം കാണിക്കുന്ന ഒരു രീതി. പൊന്മണി വാരി അറ നിറച്ചാലും കയറി ഇറങ്ങിയാലും തീണ്ടലില്ല. കൊയ്ത്തുകാലം കഴിഞ്ഞ് പടിപ്പുര കയറിയാൽ പിന്നെയും തമ്പുരാന് തീണ്ടൽ. ഇനി കൊയ്ത്തുകാലം കഴിഞ്ഞാൽ ഇവരോട് തീണ്ടലൊന്നുമില്ല. അത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും തമ്പുരാൻ്റെ വീടിൻ്റെ പടിപ്പുര കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അയിത്തമാണ്. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു പാടത്ത് നെന്മണി വാരി വിതറിയാലും മാസം പലത് കഴിഞ്ഞാലും പിന്നെയും തമ്പ്രാൻ്റെ മുഖത്ത് കോപം തന്നെ. അതായത് ആ വിവേചനം, താഴ്ന്ന ജാതിക്കാരോട് ഉള്ള വിവേചനത്തിൻ്റെ കാഠിന്യം എത്രമാണെന്നാണ് ഈ നാടൻ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പണ്ട് കാലത്ത്, ഇന്നിപ്പോൾ അത്രയധികം വിവേചനമൊന്നുമില്ല. ഇന്ന് തമ്പുരാനൊന്നുമില്ല, പാവപ്പെട്ടവനൊന്നുമില്ല, എല്ലാവരും സമന്മാരായിട്ട് കഴിയുന്നു. പക്ഷേ ജാതി വ്യവസ്ഥയിൽ വിവേചനം ഇല്ലെങ്കിലും മറ്റു കാര്യങ്ങളിൽ വിവേചനം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലർ ഇന്നിപ്പോൾ പക്ഷേ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം കാണിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാലും ഉള്ളിൽ ഈ ജാതി വിവേചനം എടുത്തു കളഞ്ഞെങ്കിലും മനുഷ്യ മനസ്സിൽ നിന്നും ഈ വിവേചനങ്ങൾ എടുത്തു മാറ്റിയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കവിത ഞാൻ 4 വരി ആദ്യം ചൊല്ലി, അതുപോലെ ഒന്ന് ചൊല്ലി നോക്കണം കേട്ടോ. ഒന്ന് പാടിത്തരാം, നിങ്ങളത് പാടി നോക്കിക്കോളാം. പാട്ട് പാടാനായിട്ട് ഇണത്ത് ചൊല്ലാനായിട്ട് പഠിക്കുക കേട്ടോ. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു, ഞാറു കുത്തി കേറി വരുമ്പം എന്നാലും തമ്പ്രാന് തീണ്ടലാണ്, നെല്ലായ നെല്ലെല്ലാം കൊയ്തു മേതിച്ച് അറയിലിടുമ്പം തീണ്ടലില്ല, അറകൾ നിറച്ച് പത്തായം നിറച്ച് ഇറങ്ങി വരുമ്പോഴും തീണ്ടലാണ്, പൊന്മണി വാരിയാറ നിറച്ചാലും കേറിയിറങ്ങിയാലും തീണ്ടലില്ല,
കൊയ്ത്തുകാലം കഴിഞ്ഞ പടിപ്പൂര കേറിയ പിന്നെയും തമ്പ്രാന് തീണ്ടലാണ്. കന്നിക്കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് നെന്മണി വാരി വിതറിയാലും മാസം പലതു കഴിഞ്ഞാലും പിന്നെയും തമ്പ്രാൻ്റെ മുഖത്ത് കോപം തന്നെ. അപ്പോൾ അതായത് താഴ്ന്ന ജാതിക്കാരോട് അവരെ അടിമപ്പണി ചെയ്യിപ്പിക്കാനായിട്ട് യാതൊരു വിവേചനവും ആർക്ക്, ഈ തമ്പുരാക്കന്മാർക്ക് ഇല്ല. പക്ഷെ അവർ പണി കഴിഞ്ഞാൽ അവർ പിന്നീട് അവരെ കാണുമ്പോൾ ഈ തമ്പുരാൻ്റെ മുഖത്ത് വരുന്ന വിദ്വേഷവും വെറുപ്പുമാണ് ഈ മാടൻ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് നിന്നിരുന്ന ജാതി വ്യവസ്ഥയെ നിലനിരുന്ന കാലത്തെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചങ്ങമ്പുഴയുടെ, അതായത് നമ്മൾ ചങ്ങമ്പുഴയുടെ ഒരു കവിത പഠിച്ചിട്ടുണ്ട്, വാഴക്കുല. ഇതും ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. അതായത് തമ്പുരാൻ്റെ ആ ഒരു ഉന്നത അധികാരം കാണിച്ചുകൊണ്ടുള്ളൊരു കവിതയാണ്. അതൊക്കെ വായിക്കുന്നതല്ല, വാഴക്കുല എന്നുള്ള കവിത വായിക്കുക. എന്നാൽ ഇന്ന് ഈ ജാതി വ്യവസ്ഥയെ തുടച്ച് തന്നെ നമ്മൾ ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ ജാതി വ്യവസ്ഥയെ, ശ്രീനാരായണ ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് നമ്മെ പഠിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരു, അതുപോലെ ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ ഈ ജാതി വ്യവസ്ഥയിൽ വിവേചനം ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അസമത്വം നമുക്ക് ഉണ്ടായത്. ഈ കവിത നന്നായിട്ട് വായിക്കുക, നോട്ടുകൾ എഴുതി തരാം കേട്ടോ. ഓക്കെ.